ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വൃത്തിയോടെ അലക്കിയെടുത്ത ഡ്രസ്സ് അയൺ ചെയ്തൊക്കെ ധരിച്ചു വരുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അത് അങ്ങനെ ധരിക്കുന്നവരുടെ ആത്മവിശ്വാസവും കൂടി ഇരട്ടിയാവാറുണ്ട്. വസ്ത്രങ്ങൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് കൂടുതൽ നാൾ പുതുമയോടെ സൂക്ഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് കളറുള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് മാത്രം വാഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ തയ്ക്കുന്ന ചുരിദാർ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് തയ്ക്കുമ്പോഴുള്ള ബാലൻസ് ഉള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുക. തയ്യൽക്കടയിൽ നിന്നാണെങ്കിൽ പോലും അത് നമ്മൾ അലക്കി നോക്കുക, ഇതിൻ്റെ നിറം പോകുമോ എന്നുള്ളത്. അതിനുശേഷം വേണം അത് നമ്മൾ എങ്ങനെ അതിനെ വാഷ് ചെയ്ത് കളർ പോകാതെ എടുക്കാമെന്നുള്ളത് നോക്കാനായിട്ട്. കുറച്ച് ഉപ്പിട്ട് വെച്ച ശേഷം ഡ്രസ്സുകൾ മുക്കി വെച്ചിട്ട് അലക്കിയെടുത്താൽ കളർ പോകത്തില്ല. എപ്പോഴും പുതിയ ഡ്രസ്സുകൾ സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യുക. പിന്നെ ഡ്രൈ വാഷ് ചെയ്യാൻ പറയുന്ന മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മാത്രം ചെയ്യുക. ഒന്നിച്ച് അലക്കി കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിലുള്ള കളർ മറ്റു ഡ്രസ്സുകളിലേക്ക് പിടിക്കുകയും ഒരു ഡ്രസ്സിൽ തന്നെയുള്ള പല പാർട്ടുകളിൽ പല കളറാണെങ്കിൽ എല്ലാം കൂടി മിക്സായി പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. വെള്ള നിറത്തിലെ തുണികളൊക്കെ നമ്മൾ അലക്കിയെടുക്കുമ്പോൾ ഒരല്പം നാരങ്ങ നീരിൽ മുക്കി വെച്ച ശേഷം, അതായത് അര നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഈ വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം നമുക്ക് അലക്കിയെടുക്കുകയാണെങ്കിൽ നല്ല വെള്ള നിറം കിട്ടും. ഒരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിറമുള്ള തുണികളൊക്കെ അലക്കുമ്പോൾ അത് നല്ല വെയിലത്തിടാതെ ഒരു ഇളം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് നല്ലത്. അപ്പോൾ കളറൊന്നും പോകാതിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ അകമ്പുറം മറിച്ചിട്ടതിന് ശേഷം വേണം വെയിലത്തിടാനായിട്ട്. ഇന്ന് നമുക്ക് അധികം ചിലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഫാബ്രിക് കണ്ടീഷണർ നമുക്കറിയാം, നമ്മൾ മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരുപാട് പേര് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതുപയോഗിച്ച് ഡ്രസ്സ് ലാസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണവും അതുപോലെ നല്ല പുതുമയുമൊക്കെ തോന്നുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വേഗം തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് വെള്ളമാണ്. അത് നമ്മൾ 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ വെള്ളം തന്നെ മതി, ചൂട് വെള്ളം ഒന്നും വേണമെന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 50 ml വിനാഗിരിയാണ്. വിനാഗിരിക്ക് ചില സ്ഥലങ്ങളിൽ ചൊറുക്ക എന്നൊക്കെ പറയും. ഇനി നമുക്ക് വേണ്ടത് 50 ml ഹെയർ കണ്ടീഷണറാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഹെയർ കണ്ടീഷണറും നമുക്ക് ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വലിയ വില കൂടിയതൊന്നും വേണമെന്നില്ല. നമുക്ക് ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഇത് വലിയ വിലയുള്ള കണ്ടീഷണറൊന്നും വാങ്ങി ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഏത് സ്മെല്ലുള്ള ഏത് നിറത്തിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെയർ കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ളത് തന്നെ നമുക്ക്, ആ ഒരു സ്മെല്ലോട് കൂടിയത് തന്നെ നമുക്ക് ഫാബ്രിക് കണ്ടീഷണർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പുവും കണ്ടീഷണറും 2 പ്രോഡക്റ്റാണ്. ഷാമ്പു ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ പതഞ്ഞു പോകും, പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നന്നായിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബോട്ടിൽ ഒഴിച്ച് വയ്ക്കാം. ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം ഞാൻ പറയാം. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ തുണികൾ, ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഒരു സ്റ്റെപ്പ് വാഷ് ചെയ്ത് അത് നന്നായിട്ട് ക്ലീനായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഫാബ്രിക് സോഫ്റ്റ്വെയർ ഒഴിക്കുക. പിന്നെ നമുക്കൊന്ന് സ്പിൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ക്ലോത്തിന് ഇത് എത്രത്തോളം ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ. നമുക്കൊരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും. നല്ല സ്മെല്ലൊക്കെയാണ് ഇതിന്. ഡ്രസ്സുകൾ ഉണക്കി അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ഒരു പുതുമയും അതേപോലെ തന്നെ നല്ലൊരു സുഗന്ധവും ഉണ്ടാകും. ഇതിടുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ടൊക്കെ അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഇതുണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.